السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 212 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 212 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. ويوم نحشرهم جميعا ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين. هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون. كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون. صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 26 മുതൽ 33 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 11-ാമത്തെ പേജിൽ 11-ാമത്തെ ജുസ്ഇൽ 212 പേജ്. കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്കാണ് അല്ലാഹു തആല നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? ഇനി ആ ഭവനം ആർക്കാണ് ലഭിക്കുക, അവിടെ എന്തൊക്കെയായിരിക്കും അവരുടെ അവസ്ഥകൾ, ഇതാണ് ഇനി പറയുന്നത്. ഭൗതിക ലോകത്തെ വെച്ച് നന്മ ചെയ്ത ആളുകൾക്ക് നല്ല പ്രതിഫലം ഉണ്ടാവും, അതായത് സ്വർഗമുണ്ടാകും. എല്ലാ തരത്തിലുള്ള ഉത്കൃഷ്ടമായ പ്രതിഫലം അവർക്ക് നൽകും. അതുമാത്രമല്ല, വർധനവ് കൂടി ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. സിയാദ. എന്താണ് വർധനവ്, എന്താണ് സിയാദ, എന്താണ് നമ്മുടെ ഉദ്ദേശം? അതെ, അള്ളാഹുവിനെ നേരിട്ട് കാണുക, അള്ളാഹുവിന്റെ തിരുദർശനം. അതാണ് ഇവിടെ നമ്മൾ ഈ പഠിക്കുന്ന ആയത്തിൽ സിയാദത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അല്ലേ? ഇത്തരം ആളുകൾക്ക് ഒരു വിഷമം ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. അവരുടെ മുഖത്തെ പ്രകാശം മങ്ങുകയോ ഏതെങ്കിലും തരത്തിലുള്ള നിന്ദ്യത അനുഭവപ്പെടുകയോ ചെയ്യുകയില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലും ഗുരുതരമായ പ്രയാസങ്ങളും അവസ്ഥകളും മനപ്രയാസമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ മനുഷ്യന്റെ മുഖത്ത് അത് പ്രതിഫലിക്കുക. അത്തരം യാതൊരു പ്രയാസങ്ങളും സ്വർഗാവകാശികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അവരുടെ മുഖം തെളിഞ്ഞിരിക്കും, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അല്ലാഹു നമ്മളെയും ആ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. ലില്ലദീന അഹ്സനൂ,
നന്മ ചെയ്തവർക്കുണ്ട്. ദുനിയാവിൽ വെച്ച് നന്മ ചെയ്ത ആളുകൾക്കുണ്ട്. പരലോകത്ത് നന്മ ചെയ്യാൻ കഴിയില്ല. നന്മ ചെയ്യേണ്ട വീട് ഇവിടുന്നാണ്. അപ്പൊ ഇവിടെ വെച്ച് നന്മ ചെയ്ത ആളുകൾക്കുണ്ട് അൽ ഹുസ്ന, ഉദാത്ത പ്രതിഫലമുണ്ട്, അതായത് സ്വർഗമുണ്ട്. വസിയാദത്തുൻ, ഏറെയുമുണ്ട്. ഏറെ എന്താ? നമ്മൾ പറഞ്ഞ അള്ളാഹുവിനെ കാണുക എന്നത്. മാഷാ അല്ലാഹ്. വലാ യർഹഖു വുജൂഹഹും, അവരുടെ മുഖങ്ങളെ പിടികൂടുകയില്ല. ഖതറുൻ, ഇരുളോ, വലാ ദില്ലത്തുൻ, നിന്ദ്യതയോ. വലാ യർഹഖു, പിടികൂടുകയില്ല, ബാധിക്കുകയില്ല. വുജൂഹഹും, അവരുടെ മുഖങ്ങൾക്ക്. ഖതറുൻ, ഖതർ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുള്. വലാ ദില്ലത്തുൻ, നിന്ദ്യത അല്ലെങ്കിൽ നിസ്സാരത. ഉലൈക, അവർ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ആളുകളുമാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. അൽ ഹുസ്ന എന്ന പദത്തിനാണ് ഉദാത്തമായ പ്രതിഫലം എന്ന അർത്ഥം, അതായത് സ്വർഗം എന്ന ഉദ്ദേശം. വസിയാദ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത്രേ, സ്വർഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, സ്വർഗക്കാരെ, അള്ളാഹുവിന് നിങ്ങൾക്ക് നൽകിയ വലിയൊരു വാഗ്ദാനമുണ്ട്, അതവൻ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കത്രേ, ഇനി എന്ത് വാഗ്ദാനം? ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് സുഖങ്ങൾ കിട്ടിയല്ലോ, ഞങ്ങളുടെ സൽക്രമങ്ങളൊക്കെ തൂക്കി കണക്കാക്കി ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം കിട്ടിയല്ലോ, അവൻ ഞങ്ങളെ മുഖങ്ങളെ പ്രകാശിപ്പിച്ചു തന്നല്ലോ, സന്തോഷിപ്പിച്ചു തന്നല്ലോ, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചല്ലോ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചല്ലോ, ഇനി എന്താ ഇതിലപ്പുറമുള്ളത്? അങ്ങനെ പറയുമ്പോഴാണ് മറുപടി ഉണ്ടാവുക, അള്ളാഹുവിന്റെ തിരുദർശനം. അത് പറയുന്നതോടുകൂടെ ആ ഒരു മറ അങ്ങോട്ട് നീങ്ങും. അള്ളാഹുവിന്റെ ആ ജലാലിയത്തിന്റെ മറകൾ നീങ്ങും. അങ്ങനെ അവർ അള്ളാഹുവിനെ നോക്കി കാണും. അള്ളാഹുവിനെ അങ്ങനെ നോക്കിയിരുന്ന് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോകുമെന്നാണ്. അവർക്ക് അതുവരെ സ്വർഗത്തിൽ കിട്ടിയ എല്ലാ സുഖങ്ങളും ഒന്നുമല്ലാതായി തോന്നും, അതൊന്നും ആനന്ദമില്ലാതെയായി തോന്നും അള്ളാഹുവിനെ കാണുമ്പോൾ. കാരണം അത്രയും അള്ളാഹുവിനെ കാണുന്ന ആ ഒരു ആനന്ദം ഇതുവരെ അവർക്ക് ലഭിച്ച സ്വർഗത്തിൽ ലഭിച്ച സുഖസൗകര്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അവർക്ക് തോന്നിപ്പോകും. ഏറ്റവും വലിയ സുഖം എന്താണ്? അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അള്ളാഹുവിനെ കാണാനുള്ള തിരുദർശനത്തിനുള്ള ലിഖാഇനുള്ള ഭാഗ്യം, അതാണ് സിയാറത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം. അള്ളാഹു നോക്കും ആ ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിൽ എല്ലാവരുടെയും മുഖങ്ങൾ തെളിഞ്ഞിരിക്കുമെന്നാണ്. അള്ളാഹുവിനെ നോക്കി കാണുമ്പോൾ ആ മുഖങ്ങൾ പ്രശോഭിച്ചിരിക്കും. ഭയങ്കര സന്തോഷം ഉണ്ടാവുന്ന അർത്ഥം, ഭയങ്കര ആനന്ദം ഉണ്ടാവും. സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണുക എന്നതാണ്. എല്ലാത്തരം സുഖങ്ങളും സൂറത്തുൽ ഇൻസാൻ 20-ാമത്തെ ആയത്തിൽ അവിടെ എത്രയോ വലിയ സുഖാനുഭൂതികളാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകളുടെ സൽക്കർമ്മം ചെയ്ത ആളുകളുടെ മുഖം പ്രസന്നമായിരിക്കും, അവിശ്വാസികളുടേത് ഇരുളടഞ്ഞതും മ്ലാനവുമായിരിക്കും. അതുകൊണ്ടാണ് ഖത്തറും എന്ന് പ്രത്യേകമായി മുഅ്മിനീങ്ങളെ കുറിച്ച് പറയാൻ കാരണം. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്ന 27-ാമത്തെ ആയത്തിലേക്ക്. നന്മ ചെയ്ത ആളുകൾക്ക് എന്ത് കിട്ടുമെന്നാണ് 26-ൽ പറഞ്ഞത്. ഇനി നേരെ ഓപ്പോസിറ്റ് പറയണം. അതിന് ഓപ്പോസിറ്റ് കക്ഷിയുടെ അവസ്ഥ എന്താണ്? അള്ളാഹു എപ്പോഴും താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്ദിതയുടെ ഭവനമായ നരകം ആർക്കാണ് ലഭിക്കുക? അത് ലഭിച്ച ആളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഇനി പറയുന്നത്. അത് ഖുർആന്റെ ശൈലിയാണ്. സ്വർഗത്തെ പറഞ്ഞാൽ നരകം പറയും, നരകത്തെ പറഞ്ഞാൽ സ്വർഗം പറയും, അല്ലേ? തിന്മ ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്നതാണ് നരകം. തിന്മ കൊണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശം ധിക്കരിക്കുക, കുഫരിയത്തിലേക്ക് പോകുക, അതേപോലെ തന്നെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ നടക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് തന്നെ അയാൾ പരാജിതനായി മാറുകയും നരകത്തിന്റെ അവകാശമായി മാറുകയും ചെയ്യുന്നു എന്നാണ്. പ്രത്യേകിച്ച് ശിർക്ക് കൊണ്ട് നടക്കുന്ന ആൾ. ഈ നിഷേധം ഇത് വളരെ ഗൗരവമുള്ള കുറ്റമാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? അത് അപകടകരമാണ്. ഇത്തരം നിഷേധികളിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കണ്ട. മാത്രമല്ല, നിരവധി തിന്മകളാണ് അവരിൽ നിന്നുണ്ടാവുക. ആ തിന്മകൾ അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതും അല്ല, തലമുറകളിലേക്ക് പടർന്നു പന്തലിക്കുന്ന തിന്മയുടെ ശൃംഖലകൾ തന്നെ ഇത്തരക്കാർ ചെയ്യും. അതുകൊണ്ട് തന്നെ ശരിക്ക് അവരെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അവർ ഈ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് മനസ്സിലാവും. അങ്ങനെ കുഫ്ർ ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന ശിക്ഷ ഒട്ടും കുറവല്ല എന്നും തോന്നും. ശരിക്കും മനസ്സിലാകും. ഈ നിഷേധമടക്കമുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്ത ആളുകൾക്ക് കൃത്യമായ ശിക്ഷയാണ് അല്ലാഹു തആല നരകത്തിലൂടെ നൽകുന്നത്. അല്ലാഹു തആല ഏത് കുറ്റത്തിനും അർഹിക്കുന്ന ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. അത് അല്ലാഹുവിന്റെ നയമാണ്. നന്മ അങ്ങനെയല്ല. ഒരു നന്മ ചെയ്താൽ തന്നെ 10 ഇരട്ടി അല്ലാഹു തആല അതിന് പ്രതിഫലം വേണം മിനിമം. പക്ഷെ തിന്മ അതേപോലെ ഒരു തിന്മയായിട്ട് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. ഒരു തിന്മ മാത്രമേ രേഖപ്പെടുത്തിക്കൊള്ളൂ. അപ്പോൾ ഏത് കുറ്റത്തിനും അർഹിച്ചതിലുപരി ശിക്ഷ കുറച്ചും കൊടുക്കൂല.
അപ്പൊ ഇവർക്ക് നരകം കൊടുക്കുന്നു എന്നത് തീർച്ചയായും അവർ അർഹരാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇതാണ് അല്ലാഹു പറയുന്നത്. ഇങ്ങനെ നരകത്തിലെ ഘോരമായ ശിക്ഷകൾ കാരണം അവരുടെ മുഖങ്ങൾ കറുത്തുരുണ്ടു പോകും, അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും എന്നും അല്ലാഹു തആല പറയുന്നുണ്ട്. ആയത്ത് നോക്കാം, 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കസബു സയ്യിആതി ജസാഉ സയ്യിഅത്തിൻ ബിമിത്ലിഹാ വതർഹഖുഹും ദില്ല മാ ലഹും മിനല്ലാഹി മിൻ ആസിം കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും ഖിതഅൻ മിനൽ ലൈലി മുഗ്ലിമാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന കസബു സയ്യിആത്ത്, തിന്മകൾ അനുവർത്തിച്ചവരാകട്ടെ. വല്ലദീന, ഒരു വിഭാഗം ആളുകൾ, കസബു, അവർ സമ്പാദിച്ചിട്ടുണ്ട്, സയ്യിആത്ത്, തെറ്റുകൾ, തെറ്റ് ചെയ്ത ആളുകൾ. ജസാഉ സയ്യിഅത്തിൻ ബിമിത്ലിഹാ, അതിന്റെ പ്രതിഫലം നൽകുന്നത് തത്തുല്യമായ തിന്മ കൊണ്ട് തന്നെയാണ്. ജസാഉ സയ്യിഅ, ഒരു തിന്മയുടെ പ്രതിഫലം, ബിമിത്ലിഹാ, അതിന്റെ തത്തുല്യമായ തിന്മ കൊണ്ട് തന്നെയാണ്. ഒരു തിന്മക്ക് ഒരു തിന്മയുള്ളൂ. അപ്പൊ ഒരു തിന്മ ചെയ്താൽ അല്ലാഹു അതിനുള്ള ശിക്ഷ കൊടുക്കൂ. ഇവർ ചെയ്ത കുഫ്ർ എന്ന വലിയ തെറ്റ് കാരണം നരകമെന്ന ശിക്ഷ കൊടുക്കുന്നു. മാത്രമല്ല നിന്ദ്യത അവരെ പിടികൂടുകയും ചെയ്യും. ജസാഉ സയ്യിഅത്തിൻ ബിമിത്ലിഹാ എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രതിഫലം തത്തുല്യമായത് തന്നെയാകും. വതർഹഖുഹും, അവരെ പൊതിയും, ദില്ലത്തുൻ, നിന്ന പൊതിയും എന്നാണ്, അവർ അപമാനം പിടികൂടും. മാ ലഹും മിനല്ലാഹി മിൻ ആസിം, അല്ലാഹുവിൽ നിന്ന് എന്നാണ്, അവന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ആസിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നവൻ. കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും ഖിതഅൻ മിനൽ ലൈലി മുഗ്ലിമാ, ഇരുളടഞ്ഞ രാവിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ മൂടപ്പെട്ടതുപോലെയായിരിക്കും. കഅന്നമാ ഉഗ്ശിയത്, മൂടപ്പെട്ടതുപോലെ ആയിരിക്കും, വുജൂഹുഹും, അവരുടെ മുഖങ്ങൾ, ഖിതഅൻ മിനൽ ലൈലി, രാത്രിയിൽ നിന്നുള്ള കഷ്ണങ്ങളെ കൊണ്ട്, മുഗ്ലിമൻ, ഇരുളടഞ്ഞ, നല്ല ഇരുട്ടുള്ള രാത്രിയുടെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ മൂടിയതുപോലെ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖങ്ങളൊക്കെ ആകെ ഇരുട്ട് മൂടിയതായിരിക്കും, കറുത്തിരിക്കും എന്നർത്ഥം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉലൈക അസ്ഹാബുൻ നാർ, അവരാണ് നരകത്തിന്റെ ആളുകൾ. ഹും ഫിഹാ ഖാലിദൂൻ, അവരുടെ ശാശ്വതവാസികളുമാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 28ഉം 29ഉം ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി മഹ്ശറയിൽ നടക്കുന്ന ഒരു രംഗമാണ് പറയുന്നത്. എല്ലാവരെയും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ മുശ്രിക്കുകളെയും അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളെയും അല്ലാഹു തആല വേറെ മാറ്റി നിർത്തും. അല്ലാഹു തആലയോട് പറയും, നിങ്ങളും എന്റെ പങ്കാളികളാക്കി നിങ്ങൾ സ്ഥാപിച്ചിരുന്ന ദൈവങ്ങളും അവിടെ നിൽക്കിൻ, അവിടെ മാറി നിൽക്കിൻ എന്ന് അല്ലാഹു തആല ഉത്തരവിടും. അപ്പോ ആ ദൈവങ്ങൾ എന്തു ചെയ്യുമെന്നല്ലേ, ആ ദൈവങ്ങളെ അല്ലാഹു തആല സംസാരിപ്പിക്കും. എന്നിട്ട് അത് സംസാരിക്കും. അന്ന് അവരെ സംസാരിപ്പിക്കുമെന്ന് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുമെന്ന് അവർ പ്രത്യേകമായി കൊടുക്കും. അല്ലാതെ സാധാരണ ബിംബങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കി ബിംബാണെങ്കിലും സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു തആല അന്ന് സംസാരിക്കാനുള്ള പ്രത്യേക കഴിവ് കൊടുത്തിട്ട് ബിംബങ്ങൾ പറയും അത്രേ. എന്താ പറയാ, അവര് അനുയായികളെ കൈയൊഴിഞ്ഞ് സംസാരിക്കും. ഇവര് ഞങ്ങൾ ആരാധിച്ചിരുന്നില്ല എന്ന് പറയും. അവർ പറയും അത്രേ, നിങ്ങൾ ഞങ്ങൾ ആരാധിച്ചിരുന്നില്ലല്ലോ, ഞങ്ങളതിന് കൽപ്പിക്കുകയോ അനുവദിക്കുകയോ അത് അറിയുക പോലും ചെയ്തിട്ടില്ല. ഇതിന് അല്ലാഹു സാക്ഷിയാണ്. നിങ്ങളുടെ തന്നിഷ്ടം അനുസരിച്ചോ പിശാചിന്റെ പ്രേരണ അനുസരിച്ചോ നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ ആരാധിച്ച് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളത് പറഞ്ഞിട്ടുമില്ല. പിന്നെ പിശാചിന്റെ പ്രേരണ വഴി, നിങ്ങളുടെ സ്വന്തം നഫ്സിന്റെ പ്രേരണക്ക് വഴി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് ബിംബങ്ങൾ അവർ കൈയൊഴിയും അത്രേ. ആ മുശ്രിക്കുന്നവർ ഒഴിഞ്ഞു മാറും. അപ്പോ അവർക്ക് മനസ്സിലാകും ഓരോരുത്തരും ചെയ്തു വന്നിരുന്ന തോന്നിവാസത്തിന്റെ ഫലം എന്താണ് എന്ന്. തങ്ങൾ ഇതുവരെ ആരാധിച്ചു കൊണ്ട് നടന്നിരുന്നവയെ കൊണ്ട് ഒരു ഉപകാരവും അവർക്ക് ലഭിക്കൂല എന്ന് മാത്രമല്ല, സാക്ഷാൽ യജമാനായ അള്ളാഹു എടുക്കുന്ന നടപടികൾക്ക് അവർ വിധേയരാകുകയും ചെയ്യും. അങ്ങനെ ആ വസ്തുക്കളിൽ നിന്ന്, കല്ലുമുള്ള എന്തായിട്ട് അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചതൊന്നും അവർക്ക് ലഭിക്കൂല. വിശ്വാസികളെയും അവിശ്വാസികളെയും അല്ലാഹു തആല മഹ്ശറിൽ മാറ്റി നിർത്തും, വേർതിരിച്ചു നിർത്തുമെന്നാണ്. കോടാനുകോടി ആളുകൾക്ക് മുമ്പിൽ അവരെ മാറ്റി നിർത്തിയിട്ട് കുറ്റവാളികളായ ആളുകൾ അപമാനിതരായി മാറും എന്നാണ് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. 28ാമത്തെ ആയത്ത് നോക്കാം, 29. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم نحشرهم جميعا ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيّلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون ويوم نحشرهم
നമ്മൾ അവരെല്ലാം ജമീഅൻ അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം സ്മരണീയമത്രേ. വയൗമ നഹ്ശുറുഹും ജമീഅൻ അവരെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. സുമ്മ നഖൂലു എന്നിട്ട് നമ്മൾ പറയും ലില്ലദീന അശ്റകൂ ശിർക്ക് ചെയ്ത ആളുകളോട് നമ്മൾ പറയും മക്കാനക്കും അൻതും നിങ്ങൾ അവിടെ നിൽക്കിൻ, വശുറകാഉക്കും നിങ്ങൾ പങ്കാളികളായി വരിച്ചിരുന്ന നിങ്ങളുടെ ബിംബങ്ങളും ബഹുദൈവങ്ങളും അവിടെ നിൽക്കിൻ. മക്കാനക്കും നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ അന്തും നിങ്ങളവിടെ നിൽക്കും. മക്കാനക്കും എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്ന അർത്ഥം. ഓക്കെ, മക്കാനക്കും അവിടെ തന്നെ നിൽക്കൂ. അന്തും നിങ്ങളും വശുറകാഉക്കും നിങ്ങൾ എന്റെ പങ്കാളികളായി കണക്കാക്കി ആരാധിച്ചു വന്നിരുന്ന ബിംബങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഫസയ്യൽനാ ബൈനഹും അങ്ങനെ നാം അവരെ വേർപ്പെടുത്തും, അങ്ങനെ നാം അവരെ മാറ്റി നിർത്തും. വഖാല ശുറകാഉഹും അപ്പോ ആ ബിംബങ്ങൾ പറയും, അല്ലാഹു സംസാരിക്കാൻ കഴിവത്ര പറയും, മാ കുന്തും ഇയ്യാനാ തഅബുദൂൻ നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുകയൊന്നും ചെയ്തിരുന്നില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, വെറുതെ ഞങ്ങൾ പഴിചാരുകയാണ്. ഇങ്ങനെ കൈയൊഴിയുമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിലോ ഗുണവിശേഷണങ്ങളിലോ ഉൾപ്പെട്ട വല്ലതും വകവെച്ചു കൊടുത്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നത്. അള്ളാഹുവിന്റെ ചില അധികാരങ്ങൾ അതിന് വെച്ചു കൊടുക്കും, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ അതിന് വകവെച്ചു കൊടുക്കും. ഇങ്ങനെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആരാധ്യ വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ശുറക്കാ എന്ന് പറയുന്നത്. പങ്കാളികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അധികാരം അവർക്കും പങ്കുവെച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ആ ബിംബങ്ങൾക്കും പങ്കുവെച്ചു കൊടുത്തു. ഖിയാമത്ത് നാളിൽ അവിശ്വാസികളെ വേർതിരിച്ചു നിർത്തും എന്ന് വേറെ പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? യാസീനിലുണ്ട്. എന്നാണ് അവരെ മാറ്റി നിർത്തും അപമാനിക്കാൻ വേണ്ടി. അതേപോലെ ഇവിടെ അവരെയും ബിംബങ്ങളെയും മാറ്റി നിർത്തും. 29-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഫാ ബില്ലാഹി ശഹീദൻ ബൈനനാ വബൈനകും ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിലീൻ. വകഫാ ബില്ലാഹ് അപ്പോ നമുക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഈ ബിംബങ്ങൾ സംസാരിക്കുകയാണ്, ഈ ബിംബങ്ങൾ പറയുന്നത് തുടരുകയാണ്. അള്ളാഹു തആല കൊടുക്കുന്ന പ്രത്യേക കഴിവ് കൊണ്ട് ആ ബിംബങ്ങൾ സംസാരിക്കുകയാണ്. ഫകഫാ ബില്ലാഹി അതുകൊണ്ട് അള്ളാഹു തന്നെ മതി ഷഹീദൻ സാക്ഷിയായിട്ട് ബൈനന നമ്മുടെയും വബൈനകും നിങ്ങളുടെയും ഇടയിൽ ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിലീൻ നിങ്ങളുടെ ആരാധനയെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരാധിച്ചത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരായിരുന്നു ഞങ്ങൾ. അവർ കൈയൊഴിയണമെന്നർത്ഥം. 30-ാമത്തെ ആയത്ത് നോക്കൂ. ദൈവങ്ങളാണെന്ന് കരുതിയിരുന്ന അങ്ങനെ ജൽപ്പിച്ചിരുന്ന ബിംബങ്ങളെല്ലാം കുറച്ച് മുമ്പ് വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പരലോകത്ത് വെച്ച് അവയത്രയും അപ്രത്യക്ഷമായി അവരെ മുഴുവൻ കൈയൊഴിഞ്ഞു, അവരുടെ ആരാധന നിഷേധിച്ചു. ഇങ്ങനൊക്കെ ചെയ്യാണ്. പ്രതിഫലം നൽകുന്ന ആ ദിവസം, അതായത് പാരിത്രിക ലോകത്തെ നിർണായകമായ ദിവസം, എല്ലാവരും അവരവരുടെ യഥാർത്ഥ ഉടമസ്ഥന്റെ അടുത്തേക്ക് മടക്കപ്പെടുന്ന ദിവസം. അള്ളാഹുവാണ് ആ ദിവസത്തിന്റെ സർവാധിപതി. അന്നവിടെ ആരും തുണക്കുണ്ടാവില്ല, ഒരു ബിംബങ്ങളും കൂട്ടിന് വരൂല. അതിഭയാനകമായ ദിവസത്തെ പറ്റി ഓർക്കാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ വലിയ പരാജയം. അള്ളാഹുവിന്റെ തീരുമാനമേ അവിടെ നടക്കൂ. മനുഷ്യന്റെ വായ സീല് വെച്ച ശേഷം കൈകാലുകളാണ് സംസാരിക്കുക എന്ന് സൂറത്ത് യാസീൻ 65-ാമത്തെ ആയത്തിലുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അന്ന് ഭൗതിക ലോകത്ത് വെച്ച് എന്തൊക്കെ ചെയ്തോ അതിൻ്റെ പ്രതിഫലം ഓരോരുത്തർക്കും കിട്ടും. നന്മയാണെങ്കിൽ നന്മ പ്രതിഫലം കിട്ടും, തിന്മയാണെങ്കിൽ തിന്മയും പ്രതിഫലമായി ലഭിക്കും. അതാണ് 30-ാമത്തെ ആയത്തിൽ. വഹുനാലിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത് വറുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. ഹുനാലിക അവിടെ വെച്ച്, തബ്ലു കുല്ലു നഫ്സിൻ ഓരോ വ്യക്തിയും പരിശോധിച്ചറിയും, മാ അസ്ലഫത് നേരത്തെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങളുടെ ഫലം. മുമ്പ് ചെയ്തതിനെ കുറിച്ച് ഓരോരുത്തരും ഫലം പരിശോധിച്ചറിയും. വറുദ്ദു അവർ മടക്കപ്പെടുകയും ചെയ്യും ഇലല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കലേക്ക്, അതായത് മൗലാഹുമുൽ ഹഖ് അവരുടെ ശരിയായ യജമാനന്റെ അടുത്തേക്ക്. അതാണ് യഥാർത്ഥ യജമാൻ. ദുനിയാവിൽ കുറെ ആൾക്കാർ അവർ യജമാനന്മാരായി രക്ഷാധികാരികളായി സ്വീകരിച്ചിരുന്നു. അതൊന്നും അവിടെ ഉണ്ടാവില്ല. ഹഖായ മൗലായ ആരാണ്? അല്ലാഹു തആല മാത്രമാണ്. വളല്ല അൻഹും അവരിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. മാ കാനൂ യഫ്തറൂൻ
അവർ നിർമ്മിച്ചുണ്ടാക്കിയിരുന്ന വ്യാജങ്ങൾ അത്രയും, അവർ കള്ളം പറഞ്ഞുണ്ടാക്കിയിരുന്ന ബിംബങ്ങൾ അത്രയും അവരിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൈ ഒഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടല്ലോ അത്. മൗലാഹുൽ ഹഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നാഥൻ അല്ലാഹു. ദൈവങ്ങളാണെന്ന് ജൽപ്പിച്ചിരുന്ന ബിംബങ്ങളൊന്നുമല്ല. തൊട്ട് മുമ്പ് അവർ കൂടെ ഉണ്ടായിരുന്ന ഈ ബിംബങ്ങൾ ഇപ്പോൾ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി ശിക്ഷ ഏറ്റുവാങ്ങാൻ അവർ പോകുന്നത്. മണ്ണ്, കല്ല്, ലോഹങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ വസ്തുക്കൾക്ക് ആരാധിച്ചപ്പോഴും അവരുടെ മുന്നിൽ താണ് കൂണ് വണങ്ങിയപ്പോഴും ഒക്കെ എന്തൊക്കെ ന്യായീകരണങ്ങളും വാദഗതികളുമാണ് ഈ ബഹുദൈവാരാധകർ ഉന്നയിച്ചിരുന്നത്. ആ ന്യായങ്ങളും ദൈവങ്ങളും ഒന്നും പരലോകത്ത് കാണൂല. എല്ലാം അപ്രത്യക്ഷമായി. ഇപ്പൊ കാണുന്നത് വെറും നരകം മാത്രമാണ് മുമ്പിൽ. 31-ാമത്തെ ആയത്ത് നോക്കൂ. അപ്പോൾ ബഹുദൈവാരാധകരായ മുശ്രിക്കീങ്ങൾക്ക് പരലോകത്ത് വെച്ചുണ്ടാകുന്ന അപമാനത്തെക്കുറിച്ച് പറഞ്ഞു, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു. ഇനി അവരുടെ ചിന്താശൂന്യത വരച്ചു കാട്ടുകയാണ്, അവരുടെ ബുദ്ധിഹീനത തുറന്നു കാട്ടുകയാണ്. മുശ്രിക്കീങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മറുപടി? അതാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. ആകാശത്ത് നിന്ന് മഴ വർഷിച്ച്, അന്തരീക്ഷത്തിൽ നിന്ന് മഴ പെയ്യിച്ച്, ഭൂമിയിൽ നിന്ന് സസ്യങ്ങളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ച് മനുഷ്യർക്ക് ആഹാരം നൽകുന്നത് ആരാണ്? കേൾവി, കാഴ്ച, മറ്റു ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ സൃഷ്ടിച്ച് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജീവനോ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളവയിൽ നിന്ന് നിർജീവ വസ്തുക്കളെയും ഉണ്ടാക്കുന്നവൻ ആരാണ്? ജീവനുള്ള പക്ഷിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ടയും അതിൽ നിന്ന് പിന്നീട് പക്ഷിയെയും സൃഷ്ടിക്കുന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തിലെ നിരവധി കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതൊക്കെ ആരാണ് എന്ന് മുശ്രിക്കുകൾ ചോദിക്കുമ്പോൾ അവർക്കും പറയാനുള്ള ഉത്തരം അള്ളാഹു എന്ന് തന്നെയാണ്. ഇതൊക്കെ നടത്തുന്നത് അള്ളാഹു തന്നെയാണ്. ഇതെല്ലാം നടത്തിക്കൊണ്ടുവരുന്നത് അള്ളാഹുവാണെന്നും അവരുടെ ആരാധ്യന്മാരായ ബിംബങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവർക്ക് ബോധ്യമാണ്. അവർ ആരാധിച്ചിരുന്ന വസ്തുക്കൾക്ക് ചില കഴിവുകളുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. എങ്കിലും ഇവിടെ പറഞ്ഞതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു തന്നെയാണ് എന്ന് അവരും സമ്മതിച്ചിരുന്നു. അള്ളാഹുവിനെ റബ്ബുൽ അർബാബ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. റബ്ബുൽ അർബാബ് എന്നാൽ റബ്ബുകളുടെ റബ്ബ്. അപ്പൊ വേറെയും കുറെ റബ്ബുകൾ അവർക്കുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു തന്നെയാണ് എന്നവർ സമ്മതിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ സമ്മതിച്ചിരിക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ ആരാധനയിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് ബിംബങ്ങളെ? എന്താ നിങ്ങൾ അത് സൂക്ഷിക്കാത്തത്? ഇതാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. നോക്കാം 31-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل فلا تتقون. قل നബി അങ്ങ് ചോദിച്ചു നോക്കൂ, മൻ ആരാണ് യർസുഖുകും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, റിസ്ക് നൽകുന്നത്, മിനസ് സമാഇ വൽ അർദി ആകാശഭൂമികളിൽ നിന്ന്, ഭുവനവാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാണ്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത് ആരാണ്? എന്നാൽ കേൾവിയും കാഴ്ചയും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ നിയന്ത്രിച്ചു പോരുന്നത് ആരാണ്? വമൻ യഖ്റുജുൽ ഹയ്യ മിനൽ മയ്യിതി ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? വയഖ്റുജുൽ മയ്യിത മിനൽ ഹയ്യ ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തവയെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ ആരാണ് പ്രാപഞ്ചികമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അവരോട് ചോദിക്കുമ്പോൾ എന്താ മറുപടി? വസയഖൂലൂൻ അപ്പൊ അവർ പറയും അല്ലാഹുവാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫഖുൽ നബി നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, അഫലാ തത്തഖൂൻ നിങ്ങൾക്ക് എന്താ സൂക്ഷ്മത പാലിച്ചുകൂടെ? ഇത് നിങ്ങൾ സമ്മതിച്ചിരിക്കാൻ നിങ്ങൾ എന്താണ് അള്ളാഹു നിഷേധിക്കുന്നത്? നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ പങ്കുകാരായ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? ബുദ്ധിയും തന്റേടവും ചിന്താശേഷിയുമുള്ള മനുഷ്യൻ ബിംബങ്ങളെയും മറ്റു വസ്തുക്കളെയും ആരാധിച്ചു കൊണ്ടിരുന്നത് എത്ര വലിയ മൗഢ്യമാണ്, വിഡ്ഢിത്തമാണെന്നാണ് ഇവിടെ പറയുന്നത്. കണിശമായ ഏകദൈവ വിശ്വാസവുമായി വന്ന പരിശുദ്ധ ഇസ്ലാം വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ വളരെ ശക്തമായി ഈ ബുദ്ധിശൂന്യതയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ ചിന്തിക്കണ്ടേ? മനുഷ്യനെ കൊടുത്ത ചിന്താശക്തി ഉപയോഗപ്പെടുത്തണ്ടേ? അപ്പോഴേ ഫലം കാണുള്ളൂ. നിഷേധിക്കുന്ന ആളുകളുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുന്ന ചോദ്യങ്ങളാണ് അല്ലാഹു ചോദിക്കുന്നത്.
ഈ ചോദ്യങ്ങൾക്കൊക്കെ അവർക്കും ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, അള്ളാഹുവിന് മാത്രം. അതിനവർ ഈശ്വരൻ, ദൈവം, പരാശക്തി, പരമേശ്വരൻ തുടങ്ങിയ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചു വരും. പക്ഷേ ഒക്കെ അള്ളാഹുവാണ്. മുശ്രിക്കീങ്ങൾ റബ്ബുൽ അർബാബ് എന്നാണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 32-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവ് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഈ അള്ളാഹു മാത്രമാണ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ അതിന് കൂട്ടാക്കുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ദുർമാർഗത്തിലാണെന്ന് പറയേണ്ടതില്ലല്ലോ. കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിരിക്കെ പിന്നെയും നിങ്ങൾ ദുർമാർഗത്തിലേക്ക് മാറിപ്പോകുന്നത് അത്ഭുതം തന്നെ. നിങ്ങളുടെ കാര്യം വിചിത്രമാണ്. ഇതാണ് അല്ലാഹു തആല 32-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ ഫഅന്നാ തുസ്റഫൂൻ. ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, അവനാണ് അല്ലാഹു. റബ്ബുകുമുൽ ഹഖ്, നിങ്ങളുടെ യഥാർത്ഥ നാഥൻ. ഫദാലികുമുല്ലാഹ്, അപ്പോൾ അവനാണ് അല്ലാഹു. നിങ്ങൾ ആ മറുപടി പറഞ്ഞില്ലേ, അവനാണ് അല്ലാഹു. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, അൽ ഹഖ്, യഥാർത്ഥ നിങ്ങളുടെ ഹഖ്, റബ്ബ് അവനാണ്, നിങ്ങളുടെ യഥാർത്ഥ നാഥൻ അല്ലാഹു. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ, അപ്പോൾ സത്യത്തിന് ശേഷം പിന്നെ ദുർമാർഗമല്ലാതെ മറ്റെന്താണുള്ളത്? സത്യം ഇത്രയും വ്യക്തമായതിനു ശേഷം നിങ്ങൾ ദുർമാർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ കുറ്റമല്ല എന്നർത്ഥം. ഫമാദാ ബഅദൽ ഹഖ്, സത്യത്തിന് ശേഷം പിന്നെ എന്താണുള്ളത്? ഇല്ലാ ളലാലു, വഴിമാർഗം, വഴി ദുർമാർഗമല്ലാതെ. ഫഅന്നാ തുസ്റഫൂൻ, എന്നിട്ടും എങ്ങോട്ടാണ് നിങ്ങൾ വ്യതിചലിക്കപ്പെടുന്നത്? സത്യത്തിൽ നിന്ന്, ഹഖായ മാർഗത്തിൽ നിന്ന് തുസ്റഫൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ വ്യതിചലിക്കപ്പെടുന്നത്? മനുഷ്യന് വളരെ സ്പഷ്ടമായി അറിയുന്ന, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം. അതാണ് പരമമായ സത്യം. ഈ സത്യത്തിന് പുറത്ത്, ഇതിനപ്പുറത്ത് എന്താ ഉള്ളത്? ദുർമാർഗമാണ്. ഇത് സത്യം, ഇതിനപ്പുറമുള്ള ദുർമാർഗം. അപ്പൊ ആ ദുർമാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നരകം തരുന്നത്. നിങ്ങൾ ചിന്തിച്ചുകൂടെ? പ്രപഞ്ച സൃഷ്ടാവ് ആവിഷ്കരിച്ച ജീവിത വ്യവസ്ഥയാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് പരമമായ സത്യം. ആ സത്യത്തെ ആര് മറികടക്കുന്നുവോ, ആര് അവഗണിക്കുന്നുവോ, മറ്റൊരിടത്ത് സത്യം കണ്ടെത്താൻ കഴിയില്ല. അവിടെ പിന്നെ ദുർമാർഗമേ കണ്ടെത്താൻ കഴിയൂ. അയാൾ ചെന്ന് ചാടുന്നത് അസത്യത്തിന്റെ പടുകുഴിയിലാണ്, ദുർമാർഗത്തിന്റെ പടികുഴിയിലാണ്. ഇതാണ് അല്ലാഹു തആല 32-ലൂടെ പറയുന്നത്. 33-ാമത്തെ ആയത്ത് നോക്കൂ. മേൽ പറഞ്ഞതുപോലെ യഥാർത്ഥമായ സത്യം അറിഞ്ഞിരുന്നിട്ടും ഒരു നീതിബോധവുമില്ലാതെ, സത്യം അന്വേഷിക്കാതെ തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല എന്നത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. സത്യവും നീതിയും ധർമ്മബോധവും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ എങ്ങനെ സത്യം സ്വീകരിക്കാം? അതാണ് അല്ലാഹു തആല പറയുന്നത് 33-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദാലിക ഹഖ്ഖത് കലിമതു റബ്ബിക അലല്ലദീന ഫസഖൂ അന്നഹും ലാ യുഅ്മിനൂൻ. കദാലിക, ഇങ്ങനെ, ഹഖ്ഖത്ത് സാക്ഷാത്കൃതമായിരിക്കുന്നു, കലിമതു റബ്ബിക, താങ്കളുടെ നാഥന്റെ ഉത്തരവ്, അലല്ലദീന ഫസഖൂ, അധർമ്മകാരികളുടെ കാര്യത്തിൽ. എന്താണ്? അന്നഹും ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയില്ല എന്ന താങ്കളുടെ നാഥന്റെ ഉത്തരവ് ഇവരുടെ കാര്യത്തിൽ സാക്ഷാത്കൃതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേർമാർഗത്തിന്റെ പരിധി വിട്ട് പുറത്തുപോയ ആളുകൾ സത്യത്തിൽ വിശ്വസിക്കുകയില്ല എന്നുള്ള താങ്കളുടെ രക്ഷിതാവിന്റെ വചനം, തീരുമാനം, ഉത്തരവ് അങ്ങനെ തന്നെ അവർ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അവർക്ക് താല്പര്യമല്ല, അവരതിന് ആവശ്യമില്ല എന്ന് വെച്ച് നടക്കുന്ന ആൾക്കാരെ പിന്നെ എങ്ങനെയാണ് അവർ മുസ്ലിങ്ങളാവുക? അതുകൊണ്ടാണ് അവർ ആ വഴിയിൽ തന്നെ ദുർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഉത്തരവ് അങ്ങനെയുണ്ട്. നമ്മളതിന്റെ ആശയം പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അങ്ങനെ ആക്കണതല്ല, അവര് സ്വന്തം അങ്ങനെ ആകുന്നതാണ്. അവരുടെ തീരുമാനമാണ്. നീതി ആവശ്യമില്ല, സത്യം ആവശ്യമില്ല, അതിനെ അന്വേഷിക്കുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അള്ളാഹു തആല നേരത്തെ തീരുമാനിച്ചതുപോലെ അവർ ദുർമാർഗത്തിൽ തന്നെയാവും. ഹഖ്ഖത് കലിമതു റബ്ബിക്, അള്ളാഹുവിന്റെ, താങ്കളുടെ രക്ഷിതാവിന്റെ ഉത്തരവ് അവരുടെ കാര്യത്തിൽ സാക്ഷാത്കൃതമായി. എന്താണ് ഉത്തരവ്? അന്നഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല എന്ന്. തോന്നിവാസത്തിൽ നിന്ന് പിന്മാറാതെ അതിൽ തന്നെ തുടരുന്നു എന്നത് കാരണം അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണ് എന്ന അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായി. അതാണ് ആശയം. അതായത് അവരുടെ തന്നെ മക്കളെ മുഷ്ടിക്കുന്നതിന് കാരണമെന്നർത്ഥം. ഈ ആയത്തുകൾ അവതരിച്ചത് മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണെങ്കിലും അവരെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എല്ലാവരെയും എല്ലാ കാലത്തുമുള്ള മുശ്രിക്കുകൾക്ക് ബാധകമാണ്. നമുക്കറിയാവുന്ന സത്യനിഷേധികളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കഴിയുന്ന ആളുകൾ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിർബന്ധിക്കാനും നമ്മൾ ആളുകളെ, എൻ്റെ ആവശ്യമല്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക.
എന്നിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരായി മുസ്ലിമുകളായി വരട്ടെ, ദീനിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ അവരുടെ പാട്ടിന് പോകട്ടെ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയിച്ചു കൊടുക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ് എന്നുകൂടെ സാന്ദർഭികം മനസ്സിലാക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പഠിച്ചതും കേട്ടതും പറഞ്ഞതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം. തുമ്പരൻ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ അമലായി സ്വീകരിക്കണം. റഹ്മാനെ, ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം. അല്ലാഹ് രോഗങ്ങൾ ശിഫാക്കണം. തുമ്പരൻ ആപത്തും മുസീബത്തും നീക്കി തരണം. അല്ലാഹ് ഞങ്ങൾ ആഖിറത്ത് നന്നാക്കണം. തുമ്പരാനെ ദീനിനു വേണ്ടി ഖുർആനിനു വേണ്ടി മുഖ്ലിസീങ്ങളായ ഖിദ്മത്തുൽ അവസരം നൽകണം. അല്ലാഹ് اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.